إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا സ്നേഹാദരണീയരായ സ്റ്റേജിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, ഈ സ്ഥാപനത്തിലെ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം വളർത്തിയെടുത്ത ഒരു തലമുറ എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചരിത്രത്തിലെ ചില സംഭവങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സെഷന് സ്വാഗതം പറഞ്ഞ ആൾ തൊട്ട് എൻ്റെ തൊട്ട് മുമ്പ് സംസാരിച്ച ബഹുമാനായ ഡോക്ടർ CM സാബിർ നവാസ് അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിശ്വാസികളുമായി നടന്ന ആദ്യത്തെ സായുധ പോരാട്ടമാണ് ബദർ. ഉംറക്കും ഹജ്ജിനുമൊക്കെ സൗദി അറേബ്യയിൽ പോയ നമ്മളിൽ പലരും, അവിടെ ജീവിച്ച പലരുമുണ്ട്. പലപ്പോഴും ബദർ യുദ്ധക്കളം അത് നടന്ന സ്ഥലം പോയി കാണാൻ നമ്മൾക്ക് പലർക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ വാഹനം തിരിഞ്ഞു പോരുമ്പോൾ ഒരു 14 പേരുകൾ ശുഹദാ ബദർ എന്ന പേരിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ പേര് ഉമൈർ ഇബ്നു അബി വഖാസ് എന്നതാണ്. ആരാണ് ഉമൈർ എന്ന് ചരിത്രകാരന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി ചേർത്തു. ഉമൈർ ഇബ്നു അബി വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബദറിൽ ശഹീദാക്കളായ ആളുകളുടെ പേരിൽ ഒന്നാമത്തെ പേര് ഒരു 16 വയസ്സ് തികയാത്തവൻ്റെ, അല്ലെങ്കിൽ 16കാരൻ്റെതായിരുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടുകൂടി കാണണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തൻ്റെ ജ്യേഷ്ഠനടക്കമുള്ളവർ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ തനിക്ക് പോരാൻ കഴിയില്ലല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ജ്യേഷ്ഠൻ കൂടെ കൂട്ടുന്നുണ്ട് അദ്ദേഹത്തെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പരിശോധിക്കുമ്പോൾ തൻ്റെ തള്ളവിരലിൽ ഊന്നി ഉയരം തോന്നിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഉമൈർ. ആ ഉമൈറിനോട് വയസ്സെത്രയായി എന്ന് ചോദിക്കുമ്പോൾ 16 ആവുന്നേ ഉള്ളൂ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കി വിട്ടു. ദുഃഖമായി വീട്ടിൽ വന്ന് ബാപ്പാനോട് പരാതി പറഞ്ഞു. ബാപ്പ പറഞ്ഞു കൊടുത്ത ഉപായം സ്വീകരിച്ച് ജ്യേഷ്ഠനും അനിയനും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തി. അതിൽ ജയിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ടുപോകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട് ജ്യേഷ്ഠനെ ദ്വന്ദ്വയുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ബദറിൽ അദ്ദേഹം പങ്കെടുത്തത്. 16 വയസ്സുകാരനാണ് ഒന്നാമത്തെ ഷഹീദിൻ്റെ എങ്കിൽ
നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. രണ്ടാമത്തെ ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ അതിശക്തമായ പിന്തുണ നൽകിയ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തൻ്റെ ദൗത്യവുമായി മദീനയിലേക്ക് കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജ്റ ചെയ്ത് വരുന്നതിന് മുമ്പ് മദീനയിലെ ഓരോ വീടുകളിലും ഇസ്ലാം സ്വീകരിച്ച ഒരാളെയെങ്കിലും ഉണ്ടാക്കുവാൻ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അന്ന് ആദ്യം അദ്ദേഹത്തെ എതിർക്കുകയും എന്നിട്ട് തൻ്റെ പിറകിലുള്ള അനുയായികളെ മുഴുവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ കാരണക്കാരനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച പ്രായം 29. അദ്ദേഹം ജീവിച്ചത് കേവലം 5 വർഷം മാത്രമാണ്. 34-ാമത്തെ വയസ്സിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിടചൊല്ലിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ശത്രുക്കളെ മക്കയിൽ പോയി വെല്ലുവിളിച്ച അബൂജഹൽ അടങ്ങുന്നവരെ തൻ്റെ വാളൂരി കഅബയുടെ മുന്നിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിച്ച ഒരു സ്വഹാബിയുടെ പേര് പറയാൻ കഴിയുമെങ്കിൽ അത് 30 വയസ്സുകാരനായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിലാണ് ബദറിലേക്ക് പോകുന്ന സമയത്ത് യാത്രാ സംഘമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. ആ സംഘത്തെയല്ല ഇനി കാണാൻ പോകുന്നതും അഭിമുഖീകരിക്കുന്നതും സൈന്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ യാത്ര വഴിയിൽ നിർത്തി. എന്നിട്ട് മുമ്പിലുള്ള സ്വഹാബിമാരോട് സംസാരിക്കുന്നു. ആ സംസാരത്തിൽ മുഹാജിറുകളായ സ്വഹാബിമാർ പ്രവാചകനുള്ള സഹായം വാഗ്ദാനം ചെയ്തു. പ്രവാചകൻ വീണ്ടും തൻ്റെ ചോദ്യം ആവർത്തിച്ചു. പ്രവാചകരെ, അങ്ങൊന്ന് ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂസയോട് അനുയായികൾ പറഞ്ഞ വർത്തമാനം പറയുന്നവരല്ല ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാവും എന്ന വാക്ക് നൽകി ഒരു മുൻപിൽ ഒരു കടൽ കാണിച്ചു തന്ന് അതിൽ മുങ്ങാൻ താങ്കൾ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ തയ്യാറാണ് റസൂലേ എന്ന് പറഞ്ഞയാൾ 30-കാരനായിരുന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബദറിൽ പ്രവാചകന് പ്രചോദനമായ, ഉഹുദിൽ പ്രവാചകന് സംരക്ഷണം നൽകിയ, അവസാനം ഖന്തക് യുദ്ധവേളയിൽ ശത്രുപക്ഷത്തു നിന്നേറ്റ വിഷലിപ്തമായ അമ്പ് നൽകിയിട്ടുള്ള മുറിവ് വ്രണപ്പെട്ടുകൊണ്ട് മദീനയുടെ പള്ളിയിൽ പ്രവാചകൻ സഅദ് ബിൻ മുആദ് ടെന്റിൽ കിടന്ന് ചോര വാർന്ന് മരിച്ച സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നമസ്കാരത്തിൽ 40,000 മലക്കുകൾ ആകാശത്ത് നിന്ന് പങ്കെടുത്തുവെന്നും നാളെ സ്വർഗത്തിൽ അദ്ദേഹത്തിനുള്ള തൂവാല എത്രയോ ഭംഗിയുള്ളതാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സഅദ് ബിൻ മുആദിൻ്റെ ചരിത്രം 34-ാമത്തെ വയസ്സിൽ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. 3-ാമത്തെ സംഭവം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കെ മുസ്ലിം സമൂഹം ഏറ്റവും വലിയ ഒരു സൈനിക ശക്തിയായി പോയ പോരാട്ടമാണ് മുവത്ത എന്ന് പറയുന്ന യുദ്ധം. മുവത്തയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക സൈന്യാധിപന്മാരോട് പറയുന്നുണ്ട്, ഇന്നയാൾ കൊല്ലപ്പെട്ടാൽ, ഇൻ ഉസീബ, ഇന്നയാൾ ജഅഫർ കൊല്ലപ്പെട്ടാൽ ഫസൈദ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെടാൻ സാധ്യതയുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ട് അടുത്തയാൾ എന്ന് പറഞ്ഞു ഇസ്ലാമിക സൈന്യത്തിൻ്റെ പതാക ഏറ്റെടുക്കുന്നവരുടെ വിവരം തൻ്റെ അനുയായികളോട് പറയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുവത്തയിലേക്ക് പോയ സൈന്യത്തെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, മുവത്തയുടെ യുദ്ധക്കളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ, മദീനയുടെ മിമ്പറിൽ ഇരിക്കുന്ന പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ ആദ്യം കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ സ്വഹാബി കൊല്ലപ്പെടുന്നു. പിന്നീട് അത് ഏറ്റെടുക്കുന്നത്
പിന്നീട് അത് സെയ്ദ് കൊല്ലപ്പെട്ടാൽ ജഅഫർ ഏറ്റെടുക്കണമെന്നായിരുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യത്തിന്റെ പതാകയുമായി മുന്നോട്ട് പോകുമ്പോൾ ശത്രുക്കളിൽ നിന്നൊരു വെട്ടേൽക്കുന്നുണ്ട്. വലതു കൈയേറ്റ് വീണപ്പോ അദ്ദേഹം ഇടത് കൈയിലേക്ക് അത് പിടിച്ചുവെന്നാണ്. ഇടത് കൈയിന് വെട്ടേറ്റ് വീട് ആ ഇടത് കൈയും നട്ടപ്പെട്ടപ്പോ രണ്ട് കൈയിനും ബാക്കിയുള്ള ഭാഗവും കഴുത്തും ചേർത്ത് പിടിച്ച് ഇസ്ലാമിക സൈന്യത്തിന്റെ പതാകയുമായി മുന്നോട്ട് പോകുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പിറകിൽ നിന്നടുത്ത വെറ്റേൽക്കുകയാണ്. ജഅഫർ കൊല്ലപ്പെടുന്നു. ജഅഫർ കൊല്ലപ്പെടുമ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയാണ് ആ പതാക ഏറ്റെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മരണപ്പെടുമ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്ന കണ്ട് അദ്ദേഹത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹീ മുബേന വിവരം നൽകിയപ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്ന മദീനയിലെ അസ്ഹാബ് സുഫയോട് പറയുന്നു, തൻ്റെ ഭാര്യയോടും പറയുന്നു, നമുക്ക് ജഅഫറിൻ്റെ വീട് വരെ പോകാം. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിൻ്റെ ചരിത്രത്തിനേക്കാൾ അപ്പുറം മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ, മുസ്ലിം ലോകത്തിന് മുമ്പിൽ ഒരു ഈ വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ യൗവനം എങ്ങനെ കടിച്ചു കൂട്ടണമെന്നുള്ള പ്രേരണ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് ശേഷം കാണാൻ കഴിയുകയാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിലേക്ക്, തൻ്റെ പിതൃവ്യന്റെ മകന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ കൂട്ടിപ്പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിപ്പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന് 5 മക്കളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 5 മക്കള് വലിയ മക്കളല്ല, പ്രായം കൂടുതലുള്ള മക്കളല്ല. കാരണം ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മരണപ്പെട്ടത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് പ്രകാരം ഒരാളൊഴികെ ബാക്കി എല്ലാവരും പറയുന്നത് 33നും 34നും ഇടയിലാണ്. 33 വയസ്സുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ അയാൾക്ക് 5 കുട്ടികളുമുണ്ട് എങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ പ്രായങ്ങളൊന്ന് നിങ്ങൾ സങ്കല്പിക്കണം. അള്ളാന്റെ പ്രവാചകൻ ആ വീട്ടിലേക്ക് ചൊല്ലുന്നു. ജഅഫറിന്റെ ഭാര്യയോട് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് മാറ്റിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും കുളിപ്പിച്ച് മാറ്റിക്കൊടുത്ത് ചെറിയ കുഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തപ്പോൾ അള്ളാന്റെ പ്രവാചകൻ ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് ആ കുഞ്ഞിന്റെ മുടിയിലൂടെ തൻ്റെ കൈവിരൽ ഇങ്ങനെ ഓടിച്ച് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുകുകയാണ്. ആ കണ്ണീര് കുഞ്ഞിന്റെ ദേഹത്തേക്ക് വീഴുന്നു. പ്രവാചകൻ കരയുന്നത് കണ്ടുകൊണ്ട് ജഅഫറിന്റെ ഭാര്യ പുറത്തു വന്ന് ചോദിക്കുന്നു, നബിയേ, എന്തു പറ്റി? എന്തിനാണ് താങ്കൾ കരയുന്നത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജഅഫറിന് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജഅഫർ സുഖനിദ്രയിലാണ്, ഏറ്റവും നല്ല സുഖത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ, ഇസ്ലാമിക ചരിത്രത്തിലെ തങ്കലിപികൾ ആ രേഖപ്പെടുക്കുന്ന ഏതൊക്കെ സംഭവങ്ങളുണ്ടോ, ആ ചരിത്രങ്ങളുണ്ടോ, ആ സംഭവങ്ങളുടെ എല്ലാം പിറകില് യൗവനം തുളുമ്പുന്നവരായിരുന്നു എന്ന്, അവരുടെ യുവത്വത്തിൽ ചരിത്രം രചിച്ചവരായിരുന്നുവെന്ന്, തങ്ങളുടെ യൗവനവും തങ്ങളുടെ നല്ല പ്രായവും തങ്ങളുടെ ചോരയും നീരും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ഇസ്ലാമിന് വേണ്ടിക്കൊണ്ട് സമർപ്പിച്ചവരായിരുന്നു എന്നുള്ളതാണ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പ്രയോഗിച്ചത് അദ്ദേഹം ഒരു യുവാവെന്നുള്ളതായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി അങ്ങനെ തന്നെയാണ് പരാമർശിച്ചത്. അങ്ങ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് കഹ്ഫ് പറയുന്ന ദക്കിയാനൂസ് ചക്രവർത്തിയുടെ മുമ്പിൽ പോയി തൗഹീദ് വിളംബരം ചെയ്ത് 3 നൂറ്റാണ്ടിലേറെ ഗുഹയിൽ കിടന്നുറങ്ങിയവരുടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നിടത്തും അവർ യുവാക്കളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു തീർന്നിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് 38ാമത്തെ വയസ്സിലായിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം രചിച്ചത് അദ്ദേഹം 30 വയസ്സിന് മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ചായിരുന്നു. മഹാനായ മിസ്അബും മഹാനായ സഈദ് ബിൻ ജുബൈറും മഹാനായ അലി ബിൻ അബീ ത്വാലിബും മഹാന്മാരായ ഒട്ടനവധി സ്വഹാബികൾ
മുറബിമാർ മഹാനായ അബൂദറും അടക്കമുള്ള ഇസ്ലാമിക സമൂഹത്തിലെ ആദ്യത്തെ വിശ്വാസികളുടെ പേരെഴുതി തീർക്കുമ്പോ അതിൽ ആദ്യത്തെ 10 പേരിൽ മഹാഭൂരിപക്ഷവും യൗവനത്തിലുള്ളവരായിരുന്നു, യുവതയായിരുന്നു, യുവത്വം തുളുമ്പുന്നവരായിരുന്നു എന്നത് നമ്മൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിക്കുന്ന, യതീമായ അനാഥ മക്കളെ ചേർത്ത് പിടിക്കുന്ന പ്രവാചകനെയാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചത്. അവിടെ വെച്ചാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്ത് പാലിക്കേണ്ട ചില മര്യാദകൾ പ്രഖ്യാപിച്ചതും കാണിച്ചു തന്നതും. നമ്മുടെ നാട്ടില് പുതിയ കാലഘട്ടത്തിൽ ഹൃദ്രോഗം കാരണം ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അസുഖങ്ങൾ കൊണ്ടും യൗവനത്തിലുള്ള പലരും മരണപ്പെട്ടു പോകാറുണ്ട്. അവരുടെ ജീവിതത്തെ പറ്റി അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട്, നമ്മൾ സ്റ്റോറിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടുകളിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട, ആ വീടിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട അവിടെയുള്ളവർക്ക് വേണ്ടി ശിഷ്ടകാലങ്ങളിൽ സേവന സന്നദ്ധരായി നിങ്ങൾ ചെയ്യണമെന്നുള്ള ഇസ്ലാമിന്റെ മര്യാദ പ്രിയപ്പെട്ട യുവത്വമേ നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട് എന്നുള്ളത് സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. 2012 പാലക്കാട് ജില്ലയിൽ നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം, ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന യൗവനത്തിലുള്ള ഏറ്റവും ജനകീയനായ ഒരു MP, അദ്ദേഹം MLA ആകുന്ന സമയമാണ്. അദ്ദേഹം കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു. അദ്ദേഹം ആ യോഗത്തിൽ വന്ന് പ്രസംഗിച്ചത് ഞാൻ ഇന്നും അത്ഭുതത്തോടു കൂടി ഓർത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ആ സദസ്സിൽ വന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഉദ്ഘാടനം ചെയ്തിട്ടാണ് വരുന്നത്, എനിക്ക് സന്തോഷമുണ്ടോ. എന്നിട്ട് ലഹരിൻ്റെ കുറേ അപകടങ്ങൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവസാനം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും മുമ്പ് പറയുന്നത്, സ്റ്റേജിലേക്ക് തിരിഞ്ഞിട്ട് ആ MSMന്റെ ഭാരവാഹികളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി നേതാക്കളെ, അവിടെ ഇരിക്കുന്ന അന്നത്തെ ISMന്റെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങളോട് എനിക്കൊരപേക്ഷയുണ്ട്. ആ അപേക്ഷ 12 ഒരു വ്യാഴവട്ട കാലഘട്ടത്തിന് ശേഷം ഞാനിതാ ഈ മദീനത്തുൽ ഉലൂമിന്റെ വേദിയിൽ വെച്ച് യുവജന സമ്മേളനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ശബ്ദത്തെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാലങ്ങൾക്കിപ്പുറവും പതിറ്റാണ്ടുകൾക്കപ്പുറവും ഇസ്ലാമികമായി മുസ്ലിം എന്ന നിലക്ക് ഈ സമുദായത്തോട് നമുക്ക് നിർവഹിക്കുവാനുള്ള ആഹ്വാനമാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വലിയ ദൗത്യമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഞാനടക്കമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും അതിദയനീയമായ അവസ്ഥയിലാണ്. ഞങ്ങൾ ലഹരിക്കെതിരെ പിക്കറ്റിംഗ് നടത്തും, ആ പിക്കറ്റിംഗ് റാലി നടത്തും, നിരാഹാരം നടത്തും. ആ സമരം കഴിഞ്ഞ് തിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ലഹരി വാങ്ങിക്കൊടുക്കേണ്ട, മദ്യം വാങ്ങിക്കൊടുക്കേണ്ട, അത് കൊടുത്താൽ മാത്രം അതിനാളെ കിട്ടുന്ന അതിദയനീയമായ അവസ്ഥയിലാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം എന്ന നിലക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം എന്ന നിലക്ക് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ടോ? ആ ബാധ്യത പറയുന്നത് പ്രാവർത്തികമാക്കുന്നവരെന്ന നിലക്ക് 2025 അന്ന് അദ്ദേഹം പറഞ്ഞതാണ്, 2025 ലോകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജനസംഖ്യ 140 കോടിയിലധികമായിരിക്കും ഉണ്ടാവുക. ലോകത്ത് ഒന്നാമത്തെ ജനസംഖ്യയുള്ള രാജ്യമെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യമായിരിക്കും. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ശരാശരി പ്രായമെന്ന് പറയുന്നത് അത് 23നും 30നും ഇടയിലുള്ളവരായിരിക്കും. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും പ്രായമെന്ന് പറയുന്നത്, ശരാശരി പ്രായമെന്ന് പറയുന്നത് അതായിരിക്കും. അതേ സമയത്ത് അമേരിക്ക പോലുള്ള, ലണ്ടൻ പോലുള്ള, റഷ്യ പോലുള്ള, ചൈന പോലുള്ള, ജപ്പാൻ പോലുള്ള രാഷ്ട്രങ്ങളിൽ അവിടെയുള്ള ജനങ്ങളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 44നും 54നും ഇടയിലുള്ള സമയത്താണ് യൗവനത്തിലുള്ള ഒരു യുവത രാജ്യത്തിന്റെ നട്ടല്ലായ, നാടിന്റെ നട്ടല്ലായ, ഒരു സമൂഹത്തിന്റെ സകലവിധ
പുരോഗതികൾക്ക് മുമ്പിൽ നിൽക്കേണ്ട ഒരു സമൂഹം, യുവത, ആ യുവതയായിരിക്കും ഈ രാജ്യത്തിന്റെ നട്ടെല്ലായിട്ടുണ്ടാവുക. പക്ഷേ അതിഭീകരമായ ഒരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട്. ആ അപകടം എന്ന് പറയുന്നത് നമ്മളിലെ മഹാഭൂരിപക്ഷവും ആ യുവത്വത്തിലെ മഹാഭൂരിപക്ഷവും സ്വാർത്ഥന്മാരായിരിക്കും. അവര് സ്വാർത്ഥന്മാരായി എന്ന് മാത്രമല്ല, സമൂഹത്തിന് ഭീഷണിയുമായിരിക്കുമെന്നാണ് 2012 12 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രിയപ്പെട്ട സഹോദരൻ അന്ന് പ്രസംഗിച്ചത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവവികാസങ്ങളുടെയും പേരിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പറയാനുണ്ടെമ്പാടും, കേൾക്കുന്നുണ്ട് നമ്മളെമ്പാടും. സ്വന്തം മാതാവിനെ കരിയുന്ന കത്തി വാങ്ങിക്കൊണ്ട് ആ കത്തി ഉപയോഗിച്ച് തന്നെ അറുകൊല നടത്താൻ മടിയില്ലാത്തവരായി ഒരു തലമുറ വളരുന്നുണ്ട് എങ്കിൽ ആ യാഥാർത്ഥ്യം നിരാകരിക്കാൻ നമ്മൾക്ക് കഴിയില്ല. മഹാഭൂരിപക്ഷം നന്മയുടെ വക്താക്കളായേക്കാം, പക്ഷേ ഒരു തലമുറ എങ്ങനെയുണ്ട് എന്നത് സത്യമാണ്. സ്വന്തം ഉമ്മ നൊന്തു പ്രസവിച്ച മാതാവ് പിതാവ് മരണപ്പെട്ടപ്പോ വളർത്തിയെടുത്ത ഉമ്മയെ ആ ഉമ്മ രോഗിയായി കിടക്കുന്നിടത്ത് ചെന്ന് ആ ഉമ്മയുടെ കഴുത്തെടുത്ത് കൊന്ന് അവസാനം പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരെ നോക്കി ചിരിച്ചു കാണിക്കാൻ കഴിയുന്ന ഒരു തലമുറയായി നമ്മുടെ പുതിയ തലമുറ വന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച നിർദ്ദേശങ്ങളിലേക്ക് ഈ തലമുറയെ കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ഒരു പരിഹാരം. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാക്കളെ നല്ലോണം പരിഗണിച്ചിട്ടുണ്ട്. നമ്മൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ ഇരിക്കുന്ന കുറേ കാരണന്മാരുണ്ടല്ലോ, ഈ ശബ്ദം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കണോലുണ്ടാവും. റെക്കോർഡാണ്, ലൈവിൽ പോകുന്നുണ്ട്. പലരും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ ശബ്ദം ഭാവിയിലും കേൾക്കാം. എല്ലാവരോടും ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കരിച്ചിട്ട് അങ്ങാടിക്ക് ഇറങ്ങിയെന്ന്. കാരണം അവർ ചന്തയിലുണ്ടായിരുന്ന സമയം അതേന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസർ നമസ്കാര ശേഷം ആ മദീനയിലെ തെരുവുകളിലൂടെ നടന്നു പോയിട്ടുണ്ട്. ചെറുപ്പക്കാരെ കാണുമ്പോൾ അവരുടെ തോളിൽ കൈയിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കിങ്ങൾ എത്ര സംഭവം പറയാൻ പറ്റും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോളിൽ കൈയിട്ട് അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ സംസാരം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 15 വയസ്സാണ്, 13 വയസ്സാണ് അദ്ദേഹം ബദറിലോ ഉഹുദിലൊക്കെ പോകുമ്പോൾ അനുവാദം കൊടുത്തിട്ടില്ല. അവസാനം ഖന്തക്കിലാണ് അദ്ദേഹം അനുവാദം കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 18 വയസ്സ് കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്തിട്ടില്ല. അച്ചെറുപ്പക്കാരൻ്റെ +2കാരൻ പ്രശ്നമാണ്, ഡിഗ്രിക്കാരൻ പ്രശ്നമാണ്, നാട്ടിലെ ഹൈസ്കൂളുകാരൻ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ആ പ്രശ്നക്കാരൻ്റെ തോളിൽ കൈയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചൊരു മാതൃകണ്ട്. അതാണ് ഈ തലമുറയോട് നമ്മൾ ചെയ്യേണ്ട ദൗത്യമെന്ന് ഓർമ്മപ്പെടുത്താണ്. കുട്ടികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, നീ അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹ് നിന്നെ സൂക്ഷിക്കും. നീ അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹ് നിന്നെ സൂക്ഷിക്കും. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹനോട് ചോദിക്ക്. നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹനോട് സഹായം ചോദിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പ്രവാചകൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഒരു ചെറുപ്പക്കാരനോട്. മറ്റൊരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറയാണ്, യാ അബ്ദുല്ലാ കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബ്. ഈ ദുനിയാവിൽ നീ ഗരീബാണ്, അപരിചിതനാണ്, എപ്പോഴും ഗുർബത്തുള്ളവനാണ്. ആ ആവശ്യം കഴിഞ്ഞ് പോകണം, തിരിച്ചു പോകണം. ആബിറു സബീൽ, അല്ലെങ്കിൽ വഴി യാത്രക്കാരനെ പോലെയാണ്. 1 ലക്ഷത്തിന് വേണ്ടി പോയി കോഴിക്കോട് പോയി കൊണ്ടോട്ടി പോയി തിരിച്ചു വരുന്നത് പോലെ ഈ നാട്ടിലേക്ക് ഒരാവശ്യമായി വന്നതാ, തിരികെ പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയാണ്. പ്രവാചകൻ ചെയ്ത ആ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? സുബൈക്ക് പള്ളിയിൽ വരാത്ത ചെറുപ്പക്കാരെ കണക്കി നമ്മൾ എടുക്കും. പക്ഷേ ആ വരാത്തവൻ്റെ വീട്ടിൽ പോയി ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മദ്യപാനിയായ ലഹരി ഉപയോഗിക്കുന്ന നാട്ടിനുപദ്രവകാരിയാണെന്ന് നമ്മൾ പറയുന്നവന്റെ കഴുത്ത് അവന്റെ ചുമലിൽ അവനെ ചേർത്ത് പിടിച്ച് അള്ളാന്റെ പ്രവാചകൻ കാണിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ഇനി അതിനേക്കാൾ അപ്പുറം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഏറെ ചിന്തിക്കണ്ട്. ചെറുപ്പക്കാരൻ പെണ്ണെട്ടി കല്യാണം കഴിച്ച്. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ദീന് കൂടുതലുള്ള മനുഷ്യൻ തന്നെ. പകല് ഫുള്ള് നോമ്പ്, രാത്രി ഫുള്ള് നിസ്കാരം ഖുർആൻ ഓതും. പകല് ഫുള്ള് നോമ്പ്, രാത്രി ഫുള്ള് നിസ്കാരം ഖുർആൻ ഓതും. അങ്ങനെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അമ്മോ ചാക്ക മകളെ അടുത്ത് പോയിട്ട് ചോദിക്കണം,
എന്താണ് അവസ്ഥ എന്ന് മരുവോളെടുത്ത് പോയിട്ട്. അപ്പം മരുവോൾ പറഞ്ഞു അബ്ദുള്ളക്ക് ഉഷാറാണ്, നല്ല മനുഷ്യനാണ്, പക്ഷേ പകൽ ഫുള്ള് നോമ്പും രാത്രി ഫുള്ള് ഖുർആൻ പാരായണം നിസ്കാരമാണ്. അപ്പം ബാപ്പാക്ക് മനസ്സിലായി. ബാപ്പ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ അബ്ദുള്ള നിങ്ങളൊന്ന് ഉപദേശിച്ചോ. ഇങ്ങനെയാണ് പറഞ്ഞതെന്ന്. അബ്ദുള്ള നിസ്കരിക്കാൻ പള്ളി കയറിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അബ്ദുള്ള എന്താ വർത്താനം? അറബികളുടെ ശൈലികളെല്ലാം ചോദിച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നോക്കാം നോമ്പുണ്ടില്ലേ, എങ്കിൽ നീ മാസത്തിൽ 3 നോമ്പ് അനുഷ്ഠിച്ചാൽ മതി. മാസത്തിൽ 3 നോമ്പ് അനുഷ്ഠിച്ചാൽ മതി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ പോരാ. അങ്ങനെ വീണ്ടും ചോദിച്ച് അവസാനം 10 ദിവസം കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് പറഞ്ഞ്, ദാവൂദ് നബിയുടെ നോമ്പ് നീ നോറ്റോ. അപ്പോൾ അദ്ദേഹം പറയണത് എന്താ അറിയോ, എനിക്കെൻ്റെ യുവത്വവും എൻ്റെ ശക്തിയും ഉപയോഗപ്പെടുത്തണം, എല്ലാ ദിവസവും നോമ്പൊക്കെ അനുഭവിക്കണം. ദാവൂദ് നബിയുടെ നോമ്പാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. ഒരു ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പില്ല, അങ്ങനെ നീ നോമ്പനുഷ്ഠിച്ചോ. അത് തീരുമാനമാക്കി കൊടുത്ത്. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഖുർആൻ ഓതാറില്ലേ? ആണ്ട്. എങ്ങനെ ഓതാറ്? ഞാൻ ദിവസത്തിൽ പരമാവധി സമയം ഖുർആനാണ് ഓതുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസത്തിൽ ഒരിക്കൽ ഓതിയാൽ മതി, മാസത്തിൽ ഒരു തവണ ഓതിയാൽ മതി. പോരാറിന് എനിക്കെൻ്റെ യുവത്വം ഉപയോഗപ്പെടുത്തണം നബിയെ, ശക്തി ഉപയോഗിക്കണം, എനിക്ക് പോരാ. അങ്ങനെ 20 ദിവസമാക്കി, 15 ദിവസമാക്കി, 10 ദിവസമാക്കി. അപ്പോഴൊക്കെ ദേഹത്തെ ആവർത്തിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുള്ള 7 ദിവസത്തിലപ്പുറം നീ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്ത് തീർക്കാൻ നീ സമയം ഉപയോഗിക്കാൻ പാടില്ല. തിരുത്തി കൊടുക്കുകയാണ്. നബിയെ വീണ്ടും നബിയെ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസമ്മതം പ്രകടിപ്പിക്കുകയാണ്. അഥവാ ദീൻ അധികരിച്ചു പോയപ്പോഴും അള്ളാന്റെ പ്രവാചകൻ തിരുത്തിയിട്ടുണ്ട്, അള്ളാന്റെ പ്രവാചകൻ തിരുത്തി കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പക്കാരോടൊപ്പം തിരുത്തൽ ശക്തിയായി പോയി. മറ്റൊരിക്കൽ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒരാൾ വരികയാണ്. അയാൾ ഉറക്കെ ചോദിക്കുകയാണ്, നബിയേ എന്തേ എനിക്ക് നിങ്ങളെ കാണണം, എനിക്ക് നിങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കാൻ ഞാൻ റെഡിയാണ്, പക്ഷെ സിന ഉണ്ടല്ലോ, വ്യഭിചാരം അതെനിക്ക് ഒഴിവാക്കാൻ കഴിയൂല. നമ്മളെ പള്ളിയിലേ നമ്മളെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ വന്നു കണ്ടേ, എനിക്ക് ആ പെണ്ണിനോട് പ്രേമുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒന്നും കണ്ട് പറഞ്ഞാലേ ക്ലാസ് റൂമിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ക്ലാസ് റൂമിൽ പരസ്യമായിട്ട് പറഞ്ഞാലേ നമ്മളെ മകനോ മകളോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മിക്കവാറും ബദറും ഇതൊക്കെ പെരീത്ത് തന്ന് നടക്കും എവിടെയാണെങ്കിലും, അതിനാണ് സാധ്യത ഉള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് നിങ്ങൾ പറഞ്ഞതൊക്കെ റെഡിയാണ്, പക്ഷേ വ്യഭിചാരം മാത്രം അതെനിക്ക് എനിക്ക് എന്നും എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ആൾക്കാരൊക്കെ പാടെ സഹാബത്ത് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അയാൾക്ക് അനുവാദം കൊടുക്കുന്ന പറഞ്ഞു. ആ മനുഷ്യനെ അടുത്തേക്ക് വരികയാണ്, റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വരിക. ചെറുപ്പക്കാരനാണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുക, അല്ലടോ അനക്ക് മകളുണ്ടോ, ഭാര്യ ഉണ്ടോ, ഉമ്മ ഉണ്ടോ, ഉമ്മയുടെ സഹോദരി ഉണ്ടോ? ഓരോരുത്തർ ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് കാരണം. അങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ്, നിൻ്റെ മകൾ വ്യഭിചരിക്കണം എനിക്ക് ഇഷ്ടമാണ്, ദേഷ്യം പിടിക്കുകയാണ്. നിൻ്റെ ഉമ്മയുടെ സഹോദരി അമ്മത്ത് ഹാലത്ത്, അങ്ങനെ ഓരോന്നും ചോദിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, നിൻ്റെ ഭാര്യ. അയാൾ വാളൂരി തലവെട്ടെന്ന് പറഞ്ഞ് അയാളെ ദേഷ്യാധികരിക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, എടോ നീ വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ അതാരുടെയെങ്കിലും ഒരാളെ മോളല്ലേ, അതാരുടെയും ഒരാളെ സഹോദരിയല്ലേ, അതാരുടെയും ഒരാളുടെ ഭാര്യയല്ലേ, ആരുടെയും ഒരാളുടെ ഉമ്മയല്ലേ? അവർക്കിഷ്ടപ്പെടാത്ത നീ എങ്ങനെ ഇഷ്ടപ്പെടും? ആ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക. നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർ ഇപ്പറഞ്ഞ പോലെ പലരും നേരത്തെ സാബർക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു നന്മയുടെ ഭാഗം അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പല രൂപത്തെ സംവിധാനങ്ങളിലും അവർ തന്നെയാണ് മുമ്പിലുള്ളത്. പക്ഷേ ഉപദ്രവങ്ങളുണ്ട്. ആ ഉപദ്രവങ്ങളെ ഇസ്ലാമികമായ ദൗത്യമെന്ന് പറയുന്നത്, ഇസ്ലാം പഠിപ്പിച്ച ദൗത്യമെന്ന് പറയുന്നത് തിരുത്തൽ ശക്തിയായി നമ്മൾ മാറാൻ നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കണം. നമുക്കിന് കഴിയണം. ഇപ്പോൾ നമ്മളെ MSMൻ്റെയും ISMൻ്റെയും പ്രവർത്തകർ അവിടെ അല്ല എന്ന് പറയും. പണ്ടത്തെ തലമുറയല്ല, പുതിയ തലമുറ. നിങ്ങളെ മക്കൾ എവിടെയെന്ന് ചോദിച്ചു. യൂണിറ്റ് പ്രസിഡൻറ്റിൻ്റെ മകന് ഓന ബൈക്ക് കിട്ടുന്നുണ്ടാവില്ല,
മണ്ഡല സെക്രട്ടറിൻ്റെ മക്കൾ IS-മാർ ശരിയില്ല, MS-മാർ ശരിയില്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഒരാളെ കിട്ടണില്ല, പ്രവർത്തനം ഉഷാറാക്കണം. മൂപ്പര കുട്ടി ഉണ്ടാവില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കും വേണം. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് പോയാൽ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ പോണമെന്ന് പറയുന്ന ഖൈസമയെയും ഞാൻ പോകാമെന്ന് പറയുന്ന മകൻ സയ്യിദിനെയും റളിയല്ലാഹു അൻഹുമാ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കണത്. ഞാൻ പോകാന്ന് ബാപ്പ, ഞാൻ പോകാന്ന് മകന്, രണ്ടിലൊരാൾക്കേ പോകാൻ പറ്റുള്ളൂ. രോഗിയായി കിടക്കണ ഉമ്മ, ഒരാളുടെ ഭാര്യ, മറ്റൊരാളുടെ ഉമ്മ അവിടെ കിടക്കുന്നുണ്ട് സംരക്ഷിക്കാൻ വേണ്ടി. തർക്കമൂത്തതയില ആര്യങ്ങൾക്ക് അംർ ഇബ്നു ജമൂഹ് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായ മുടന്തനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു. ആരാംർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം വിഗ്രഹാരാധകനായിരുന്ന മനുഷ്യന്റെ സ്വഹാബിയുടെ അത്ഭുതകരമായ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് ഉഹുദ് യുദ്ധത്തിന് വിളിയാളുണ്ടായി. ഉഹുദ് യുദ്ധത്തിന് പോകേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കളും വീട്ടിൽ നിന്ന് രാത്രി ചർച്ച ചെയ്യുക. നടക്കാൻ കഴിയാത്ത മുടന്തനായ അംർ ഇബ്നു ജമൂഹ് ആ രാത്രിയിൽ മക്കൾ ഉറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എങ്ങോട്ടെന്നറിയോ? മദീനയുടെ പള്ളി ലക്ഷ്യമാക്കി പോയി. അള്ളാന്റെ പ്രവാചകന്റെ വീടിന്റെ വാതിൽ പോയി മുട്ടി. ഞാൻ അംറാണ് റസൂലേ, എനിക്ക് താങ്കളുടെ കൂടെ ഉഹദിൽ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. നേരം വെളുക്കുമ്പോൾ ബാപ്പാനെ തെരഞ്ഞ് മക്കൾ വന്നു. മക്കൾ റസൂലുള്ളാഹിനോട് പറയാണ്, നിങ്ങളെങ്ങനെ അംറിനെ കൊണ്ടുപോകുക? അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ലല്ലോ, മുടന്തനല്ലേ. റസൂലുള്ളാഹി ചോദിച്ചു, നീ എങ്ങനെ യുദ്ധത്തിന് പോരുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് നിന്ന് എന്നെ കൊല്ലാതെ ഒരാൾ നിങ്ങളടുത്ത് കടുപ്പിക്കാൻ സമ്മതിക്കൂല. ബാപ്പയും മക്കളും തമ്മിൽ തർക്കം ദീനിൻ്റെ വിഷയത്തിലാണ്. നമ്മളെ നാട്ടിലെ ബാപ്പയും മക്കളും തമ്മിലുള്ള തർക്കം സ്വത്ത് വിതരണവുമായി ബന്ധപ്പെട്ട, വാഹനം ഏത് കമ്പനി ആവണം എന്നുള്ളതാണ്, ബൈക്ക് ഈ സംഗതി ശരിയല്ല എന്നുള്ള, മൊബൈൽ എത്ര വില കൂടിയത് വേണോ വേണ്ടേ എന്നുള്ളതാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നിടത്താണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പഴയവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, സ്വഹാബത്തും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരോട്, മദീനത്തുൽ ഉലൂമിൻ്റെ 2025 ഈദാഴ്വാ സമ്മേളനത്തിൽ പങ്കെടുത്ത്, യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത് പോകുന്നവരോട് വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് നിങ്ങൾ ഹൃദയത്തിൽ എഴുതി വെക്കണം. ആ ആയത്ത് 33-ാം അധ്യായം സൂറത്തു അഹ്സാബിലുള്ളതാണ്. സൂറത്തു അഹ്സാബിലെ 23-24 വാചകങ്ങൾ, ആ വാചകങ്ങൾ മാത്രം എഴുതി വെച്ച്, ആ വാചകങ്ങൾ മാത്രം, ഇവിടെ പറഞ്ഞതും പരാമർശിക്കപ്പെട്ടതും കേട്ടതുമായ എല്ലാം നിങ്ങൾ മറന്നേക്കൂ. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് മാത്രം ഈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ ഉന്നതമായ ഒരു നവോത്ഥാന വിജ്ഞാന കേന്ദ്രം, ഒരുപക്ഷെ ഈ ഉള്ളവനടക്കമുള്ള ആയിരക്കണക്കിന് ഇസ്ലാഹി പ്രവർത്തകര്, പ്രബോധകര്, ഈ സമുദായത്തിന് സേവനം ചെയ്തിട്ടുള്ള, സംഭാവന ചെയ്തിട്ടുള്ള മഹാരന്മാരായ ഗുരുനാഥന്മാര്, ഈ അടുത്ത് നമ്മളോട് വിട പറഞ്ഞ എം മുഹമ്മദ് മദനിയെ പോലുള്ളവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, യുവജന പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുവാൻ, ISM-നെ വളർത്തിയെടുക്കുവാൻ വേണ്ടി യുവജനങ്ങളെ പ്രസ്ഥാനത്തോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടി ജീവിതം ചെലവഴിച്ച മഹാനായ MM അടക്കമുള്ള മദനിയടക്കമുള്ളവർ, ഒരുപാട് മദനിമാരെ ഈ മലയാള മണ്ണിന് സംഭാവന ചെയ്ത കലാലയത്തിന് മുമ്പിൽ വെച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ ആശയത്തെയും അതിൻ്റെ അവതരണ പശ്ചാത്തലത്തെയും നമ്മൾ വായിച്ച് മനസ്സിലാക്കണേ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഖുർആൻ അവിടെ പറയുന്നത് മിനൽ മുഅ്മിനീന റിജാൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത സ്വദഖു മാ അഹദുല്ലാഹി, അല്ലാഹുവോട് ഏറ്റെടുത്ത കരാറ് സത്യസന്ധമായി പാലിച്ചവരാണവർ. സത്യസന്ധമായി പാലിച്ചു. എന്നിട്ട് വമിൻഹും മൻ ഖലാ നഹ്ബഹു, മരിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്, ഊഴം കഴിഞ്ഞവർ അവരുടെ കൂട്ടത്തിൽ. വമിൻഹും മൻ യന്തളിർ, മരണം പ്രതീക്ഷിക്കുന്നവരുമുണ്ട് എന്നാണ്. ഈ ആയത്തെപ്പോഴാണ് ഇറങ്ങിയെന്നറിയോ? മഹാനായ ഇബ്നു കത്തീർ റഹിമഹുള്ള പറയുന്നുണ്ട്, ഉഹുദ് യുദ്ധം കഴിഞ്ഞു, മുസ്ലിങ്ങൾ പരാജയപ്പെട്ട സ്വഹാബത്ത് ആദ്യം ഓടിയവരും മുറിവുകളുമായി വന്നവരും ഒക്കെ മദീനയുടെ പള്ളിയിൽ മുനാഫിക്കുകളുടെ പ്രത്യാരോപണങ്ങളും ആക്ഷേപങ്ങളും സഹിച്ചിങ്ങനെ ഇരിക്കുകയാണ്.
അവരുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ കയറി. മിമ്പറിൽ നിന്നാണ് ഈ ആയത്ത് ഓതിയത്. ആയത്ത് അനസ് ബിൻ നളീർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ പറ്റിയാണ്. അനസ് ബിൻ നളീർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന 34-കാരനും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഇനി എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഉഹുദ് യുദ്ധത്തിനുള്ള വിളിയാളുണ്ടാകുന്നത്. ഉഹുദിലേക്ക് പോകുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തമ്മിലൊരു സംഭാഷണം നടത്തി. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എങ്ങനെ മടങ്ങാൻ ആഗ്രഹം? അപ്പോൾ സഅദ് പറഞ്ഞു, ബദറിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി ജയിച്ചു പോകുന്നില്ലേ, യുദ്ധാർജിത സമ്പത്തുമായി, അതേപോലെ മടങ്ങാനാണ്. മഹാനായ അനസ് ബിൻ നളീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ശത്രുക്കളായി പോരടിച്ച് അവരെന്നെ കൊലപ്പെടുത്തി ഷഹീദായിട്ട് മടങ്ങാനാണ് ആഗ്രഹം. യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധകളത്തിൽ ഇങ്ങനെ ആളുകൾ ഇടയിലേക്ക് ഊളിയിട്ട് പോകുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അനസ് ബിൻ നളീർ റളിയല്ലാഹു അൻഹു വന്നു. അനസ് ബിൻ നളീർ റളിയല്ലാഹു അൻഹുവിനോട് സഅദ് ചോദിച്ചു, ഇല ഐന യാ അബാ അംർ, ഇല ഐന യാ അബാ അംർ, അബൂ അംറേ എങ്ങട്ടാ? അദ്ദേഹം കൊടുത്ത മറുപടി കാണാം, സ്വർഗത്തിന്റെ സുഗന്ധം ഉഹുദ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിന്ന് ഞാൻ ആസ്വദിക്കാൻ അവിടേക്കാണ്. ധൃതിപ്പെട്ടു ഓടുകയാണ്. യുദ്ധക്കളത്തിൽ അനസ് ബിൻ നളീർ റളിയല്ലാഹു അൻഹു ഷഹീദായി. അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഇത് അനസ് ബിൻ നളീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞത്. വമാ അറഫ്തുഹു ഇല്ലാ ലി ബനാനിഹി, അദ്ദേഹത്തിൻ്റെ തള്ളവിരൽ കണ്ടിട്ടാണ് അദ്ദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ്. 72 മുറിവുകൾ ശരീരത്തിൽ അമ്പേറ്റതും കുത്തേറ്റതും വെട്ടേറ്റതുമായി ശരീരത്തെ മുറിപ്പെട്ടുകൊണ്ടുള്ള അനസ് ബിൻ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറും വന്നങ്ങനെ ഈ ആയത്ത് ഓതുകയാണ്. അള്ളാഹിനോട് ഏറ്റെടുത്ത കരാറ് പൂർത്തിയാക്കി മരിച്ചവരുണ്ടോ എന്ന് പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അംർ ബിൻ ജമൂഹ്, അനസ് ബിൻ നളീർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് കരയാണ്, സ്വഹാബത്ത് ഇരിക്കുകയാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ അവിടെ ഇരുന്നു. ഒരാൾ എണീറ്റ് ചോദിച്ചു, നബിയെ, അള്ളാഹിനോട് ഏറ്റെടുത്ത കരാറ് പൂർത്തിയാക്കി മരിച്ചവരെ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ മരണം പ്രതീക്ഷിക്കുന്നവരുണ്ടല്ലോ, അവരാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മുണ്ടിയില്ല. കുറേ കഴിഞ്ഞപ്പണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അടുത്ത ചെറുപ്പക്കാരൻ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ ഉഹുദ് യുദ്ധത്തിൽ ഒരുപാട് മുറിവേറ്റ് അദ്ദേഹത്തിൻ്റെ അണപ്പല്ല് പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ പതിച്ച അമ്പ് കടിച്ചു പറിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പല്ല് പോലും നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ദേഹം അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ ഇരിക്കണ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഈ ശബ്ദം അകലെ നിന്നും അടുത്തു നിന്നുമായി കേൾക്കുന്ന മദീനത്തുൽ ഉലൂമിലെ വിദ്യാർത്ഥികളോടും ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കളോടും പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളോടും ഒരു ചോദ്യം. പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഒരു ക്യാമ്പസിൻ്റെ മുറ്റത്ത് വന്നിരുന്നു. മുൻഗാമികൾ ചെയ്തതും അവർ ചെയ്തു പോയിട്ടുള്ളതും സഹാബത്ത് കാണിച്ചു തന്നത് വഴിയും കേട്ട് മഹാന്മാരായ പലരും ഈ സമൂഹത്തിൽ നിർവഹിച്ച മഹാദൗത്യമുണ്ട്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ആ ദൗത്യ നിർവഹണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധാർമികതയിലൂടെ കടന്നുപോയ ചെറുപ്പത്തെ ചേർത്ത് പിടിച്ച് റസൂലുള്ളാഹി ചെയ്ത ദൗത്യം, ആ ദൗത്യ നിർവഹണത്തിൽ നമ്മുടെ മുൻഗാമികൾ ചെയ്ത് അവരവരുടെ കർമ്മങ്ങളുമായി അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തു ചെയ്തു എന്ന ചോദ്യം ബാക്കിയാണ്. നിർവഹിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്നത് പരമാവധി ഇസ്ലാമിക പ്രബോധന രംഗത്ത് നാടാവശ്യപ്പെടുന്ന ദൗത്യം അതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ തബായഅ്തും ബിൽ ഐന, നിങ്ങൾ ഐനത്ത് കച്ചവടവുമായി, ഒരു പ്രത്യേക ബിസിനസ് കച്ചവടവുമായി പോയി, വഅഖത്തും അദ്നാബൽ ബഖർ, നിങ്ങൾ കാലിസമ്പത്തിൻ്റെ പുറകെ പോയി, കാലികളുടെ വാല് പിടിച്ച് നിങ്ങൾ പോയി, വറളീതും ബിസ്സർ, നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ തൃപ്തിയായി, വരുമാന മാർഗം മാത്രം ചിന്തിച്ച് നിങ്ങൾ പോയാൽ, കൃഷി, കാലിസമ്പത്ത്, അവരുടെ കച്ചവടം അന്നത്തെ വരുമാന മാർഗങ്ങളാണ്, ഇതിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയി, വതറക്തുമുൽ ജിഹാദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം നിങ്ങൾ കൈവടിയുകയും ചെയ്താൽ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ധർമ്മസമരം നിങ്ങൾ കൈവടിയുകയും ചെയ്താൽ, സല്ലല്ലാഹു അലൈക്കുമുദ്ദില്ല, അല്ലാഹു നിങ്ങളുടെ മേൽ ദില്ലത്ത്,
നിന്യത അടിച്ചേൽപ്പിക്കും. ലാ യൻസിഉഹാ അൻകും ഹത്താ തർജിഉ ഇലാ ദീനിക്കും. നിങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ തിരികെ പോകുന്നത് വരെ അല്ലാഹ് അത് ഊരിയെടുക്കൂലെന്നാ. മതം നമ്മളെ ഏൽപ്പിച്ച വലിയ ദൗത്യം നമ്മൾ വിശ്വാസികളായി ജീവിക്കുന്നതോടൊപ്പം നമ്മളുടെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾ സമൂഹത്തിനെ നേർവഴിയിലാക്കാനുള്ളതാണെന്നും ആ നേർവഴിയുടെ മാർഗങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണേ, പറഞ്ഞു കൊടുക്കണേ. അവിടെ ചെറുപ്പക്കാര്, അവിടെ യൗവനങ്ങള്, അവിടെ കൗമാരക്കാര്, അവിടെ പ്രായമുള്ളവര്, അവിടെ മധ്യവയസ്കര്, അവിടെ വാർദ്ധക്യത്തിലുള്ളവര്, ഓഫീസിലുള്ളവര്, നാട്ടിലുള്ളവര്, കൂലിപ്പണിക്കാരന്, പ്രവാസികള്, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിങ്ങളോടൊപ്പം സഹജീവിയായി ജീവിക്കുന്ന മനുഷ്യനോട് ഈ മഹാദൗത്യം നിങ്ങൾ നിർവഹിക്കണമേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം. ആ ദൗത്യവുമായി ലോക ചരിത്രത്തിൽ ഇറങ്ങി പുറപ്പെട്ട അന്ന് ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ 1,00,000-ഓളം വരുന്ന സ്വഹാബത്തുണ്ടായിട്ട് അതിൽ കേവലം 1000-ൽ താഴെ മാത്രം ആളുകളാണ് മക്കയിലും മദീനയിലും അവരുടെ കബറിടം തെരഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാ. ബാക്കി മുഴുവൻ ആ ദൗത്യവുമായി ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തപ്പോ ഖലീഫ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ള ഒരു കാലഘട്ടത്തിൽ ഈദ്ഗാഹ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് തൻ്റെ സിംഹാസനത്തിലിരുന്ന് ആകാശത്തേക്ക് നോക്കുകയാണ്. ആകാശത്ത് കൂടി സഞ്ചരിക്കുന്ന കാർമേഘങ്ങൾ നോക്കിക്കൊണ്ട് ഹാറൂൻ റഷീദ് പറഞ്ഞു അത്രേ, യാ അയ്യത്തുഹ സഹബ ഇദ്ഹബി ഹൈതുമാ ശിഅ്തി ഫസയഅതീനി ഖറാജുകി. ഏ കാർമേഘമേ, ലോകത്ത് ഏത് കോണിലേക്ക് വേണമെങ്കിലും നീ സഞ്ചരിച്ചോ. നീ എവിടെ പോയാലും നീ മഴ പെയ്താൽ, നീ മഴയായി വർഷിച്ചാൽ അതിൻ്റെ നികുതിപ്പണം എൻ്റെ കൊട്ടാരത്തിൽ, എൻ്റെ കാൽ കീഴിൽ വരുമെന്ന് പറയുമാറ് പ്രവിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധിപനായി ഖലീഫ ഹാറൂൻ റഷീദിന് കഴിഞ്ഞത് ഇന്നലെകളിൽ അവർ നിർവഹിച്ചിരുന്ന സ്വഹാബത്ത് ഏറ്റെടുത്ത മഹാദൗത്യമായിരുന്നു. ആ ദൗത്യത്തിൽ സ്വന്തം വീട്ടിൽ പോലും നിർവഹിക്കാൻ നമ്മൾ മടി കാണിക്കുന്നുവെങ്കിൽ അപകടകരമാണ്. പുതിയ തലമുറയെ അവർ ആക്ഷേപിച്ചടിച്ചാപേക്ഷിച്ച് ഒന്നിനും കൊള്ളാത്തവർ നിന്ന് പറയുന്നത് ഇതിനേക്കാൾ അപ്പുറം അവരെ തിരുത്തി കൊണ്ടുവരാൻ, ചേർത്ത് പിടിക്കാൻ, യുവജനങ്ങളെ അണച്ചു പിടിക്കാൻ, വീടുകൾ കയറി അവരെ തിരുത്തി കൊടുക്കുവാൻ, സ്വബോധമുള്ള പവരുമായി സംവദിക്കുവാൻ, അങ്ങനെ അവർ പിടികൂടപ്പെട്ടിട്ടുള്ള അഡീഷനുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ, സമൂഹത്തിന് ഉപകാരമുള്ള ഒരു യുവത്വത്തെ വാർത്തെടുക്കുവാൻ ഞാൻ എൻ്റെ ദൗത്യം പാഴാക്കില്ല, അത് നിർവഹിക്കുമെന്ന തീരുമാനം മദീനത്തുൽ ഉലൂമിൻ്റെ ഈ മുറ്റത്ത് നിന്ന് നമ്മൾ സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മിനിമം പുളിക്കലും പരിസര പ്രദേശങ്ങളിലെങ്കിലും ഒരു നന്മയുടെ തേര് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. മദനി മരണപ്പെട്ടുപോയി. മദനി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഫോണിൽ 5000 ചില്ലാം വാട്സപ്പ് കോണ്ടാക്റ്റുകളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടേതായി. ഞാൻ അന്ന് തിരുവനന്തപുരത്തായതുകൊണ്ട് ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് ഇങ്ങനെ പോയി നോക്കി. 1000-കണക്കിന് സുഹൃത്തുക്കളുടെ സ്റ്റാറ്റസ് ഞാൻ നോക്കി. മദനിയെപ്പറ്റി അവർക്കൊക്കെ ഒരുപാട് നന്മകൾ ഓർക്കാനുണ്ടായിരുന്നു. എല്ലാവരും നന്മകളാണ് ഓർത്തിട്ടുള്ളത്. എൻ്റെ ചോദ്യം, മരണത്തിനവധിയില്ല, കാലമില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരെല്ലാം യൗവനത്തിൽ ലോകത്തോട് വിടയില്ലവർ, സ്വർഗം ആഗ്രഹിച്ചു പോയവർ. നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴോ റബ്ബിൻ്റെ വിധിക്ക് കീഴ്പ്പെടുമ്പോൾ നമ്മുടെ മരണത്തെ ആലോചിച്ച് പഠിച്ചവനെ, അയാളാണ് എന്നെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ച്, അയാളാണ് എന്നെ നമസ്കാരക്കാരനാക്കിയത്, അയാളാണ് ശിർക്കും ബിദ്അത്തും എന്നിൽ നിന്ന് തിരുത്തി തന്നത്, അയാളാണ് നേർവഴിയിലേക്ക് എന്നെ കാണിച്ചു തന്നതെന്ന് പറയാൻ 1 2 10 40 തൗഹീദുള്ളവർ നമുക്ക് വേണ്ടി കൈകെട്ടിയാൽ ഷഫാഅത്ത് കിട്ടിയ ജനാസിയായി മാറാമെങ്കിൽ ആരാളുള്ളത് കൂട്ടരെ? നമ്മൾ തർക്കിച്ച് പണങ്ങിയത് എന്തിൻ്റെ പേരില്ല? അകന്നു പോയത് എന്തിൻ്റെ പേരില്ല? ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അകറ്റാനുള്ള വഴിയും അകന്നു നിൽക്കാനുള്ള വഴിയും മാത്രം സൃഷ്ടിക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ കാലം മാപ്പ് നൽകിയിട്ടില്ല, അവർക്കൊന്നും മാപ്പ് നൽകുകയുമില്ല. ഹതഭാഗ്യവാന്മാരായി നരകത്തിലേക്കുള്ള യാത്ര നമുക്ക് മരണത്തോടുകൂടി തുടങ്ങാം. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ 3 ആൾ
അടുപ്പിച്ച് മരിച്ച് 3-4 പേർ. ഓരോരുത്തരുടെ മയ്യത്തും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയുടെ വരാന്തയിൽ നിന്ന് പറഞ്ഞു, അത്രേ വജബത്ത്, തീരുമാനമായി. അടുത്ത മയ്യത്ത് പോയപ്പോഴും പറയും തീരുമാനമായി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഓരോ മയ്യത്ത് പോകുമ്പോൾ നിങ്ങൾ പറയണ്ടല്ലോ തീരുമാനമായി, എന്താ തീരുമാനമായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയെന്ന്. ഒരു മയ്യത്തുമായിട്ട് ആൾക്കാർ പോയി, നടന്നുപോയി, മയ്യത്ത് കൊണ്ടുപോയി. ആ പോയ സമയത്ത് ഒരാൾ ചോദിച്ചു, അത് ആര മയ്യത്താണ്? ജനാസയാണ്. അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞത് ഇന്ന ഗോത്രത്തിലെ ഇന്നയാളാണ്, അയാൾ നല്ലവനാണ്. അപ്പോൾ ആരോ നല്ലവനാണ് എന്ന് പറഞ്ഞതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത്, തീരുമാനമായി. അല്പം കഴിഞ്ഞ് മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സദസ്സിൽ നിന്ന് ആരോ ചോദിച്ചു, അത് ആരുടെ മയ്യത്താ? അത് ഇന്ന ആളുടെ. അയാൾ മോശമെന്നു, ജനങ്ങളെ നാവോട് ഉപദ്രവിച്ച ആളാണ്, ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ആളാണ്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത്, തീരുമാനമായി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, ഒരു ജനാസയുമായി നടന്നു പോയപ്പോൾ നിങ്ങൾ വജബത്ത് പറഞ്ഞു, രണ്ടാമത്തെ ജനാസയെ പറ്റിയും പറഞ്ഞു, എന്താണത്? റസൂലുള്ളാഹി പറഞ്ഞു, മന്നസിന അലൈഹ ബിഖൈർ, നിങ്ങൾ നന്മ കൊണ്ട് പുകഴ്ത്തിയവന് സ്വർഗം തീരുമാനമായി. മന്നസിന അലൈഹ ബിശർ, നിങ്ങൾ തിന്മ കൊണ്ട് ഓർത്തെടുത്തവന് നരകവും തീരുമാനമായി. വജബത്ത് ലഹുൽ നാർ, നരകവും തീരുമാനമായി എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹജീവികൾ, നമ്മുടെ ജനാസ, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ വ്യത്യസ്ത പേരാ. നമ്മളെ സോഷ്യൽ മീഡിയയിലെ ഐഡികളും വ്യത്യസ്തമാണ്. പക്ഷേ ഈ ഇരിക്കണവർക്കും ഈ സംസാരിക്കണം ഞാനടക്കം എല്ലാവരെയും ഒരേ പേരിൽ ഇനി ജനങ്ങൾ വിളിക്കുക. മരിക്കുമ്പോൾ മാത്രമാണ് ജനാസ, മയ്യത്ത്, രണ്ടിലൊന്നേ പറയുള്ളൂ. ആ മയ്യത്ത് എടുക്കുന്ന സമയത്തെ നമ്മളെ വീട്ടിലുള്ളവരും കുടുംബത്തിലുള്ളവരും നാട്ടിലുള്ളവരും നമ്മളുമായി ബന്ധപ്പെട്ട സഹജീവികളെ നമ്മളെപ്പറ്റി ഓർക്കാനുള്ളത് എന്താ കാര്യം? ഒരോർമ്മ, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യണമെന്നല്ല, അതിരിയാൻ. പക്ഷെ നന്മയിലൂടെ ജീവിച്ച് ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയവർക്ക് അവർക്ക് ഹുസ്നുസ്സുമ്മ ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കുമെന്നുള്ളത് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ആ ഹുസ്നുസ്സുമ്മയോടുകൂടി സൽകീർത്തിയോടുകൂടി പോകാൻ വിശുദ്ധ ഖുർആൻ്റെ സൂറത്ത് അഹ്സാബിലെ 23-24 മാത്രം ആയത്തുകൾ മാത്രം ഏറ്റെടുത്ത ഈ യുവജന സമ്മേളനം കഴിഞ്ഞ് നിങ്ങൾ പോകണമെന്ന് മാത്രം ആവശ്യപ്പെട്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴുത്തറുക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കൾ വളരരുത്. ഏതെങ്കിലും ഒരുത്തവൻ്റെ ഒപ്പം ചാടിപ്പോയി സമൂഹത്തിന് ഉപദ്രവകരമാകുന്ന ജീവിതം നയിക്കുന്ന കുടുംബജീവിതത്തിനോട് നോ പറയാൻ ഒരു മടിയുമില്ലാതെ തയ്യാറാകുന്ന പുതുതലമുറയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരും ഉണ്ടാവരുത്. നിരന്തരമായ ഉപദേശം, നിരന്തരമായ യുക്തിപൂർവമായ ഉപദേശം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത്. ആ ഉപദേശത്തിൻ്റെ വക്താക്കളായി സൽകീർത്തിയോടുകൂടി പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് ചേർന്ന് നാം കേട്ടിട്ടുള്ള നന്മകളെ സ്വീകരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.